നിലവിൽ ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ അധികൃതർ അടക്കം നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇരു വാഹനങ്ങളും അമിത വേഗത്തിലായിരുന്നില്ല. കാലാവസ്ഥ പ്രതികൂലമായപ്പോൾ വില്ലനായപ്പോൾ സംഭവിച്ചൊരു അപകടം. കാറ് സ്കിഡായി KSRTCയുടെ മുൻവശത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കാറിൽ രക്ഷാപ്രവർത്തനമടക്കം അത്യന്തം ദുഷ്കരമായിരുന്നു. ഇവരെ പുറത്തെടുക്കുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യമായിരുന്നു. ആളുകൾ കൂടിയെങ്കിലും എങ്ങനെ പുറത്തെടുക്കുമെന്ന് പരിഭ്രമിച്ച് പേടിച്ച് അങ്ങേറ്റം ആകുലതയോടെ നിന്ന മണിക്കൂറുകളാണ് ആലപ്പുഴയിൽ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. അവിടെ നിന്ന് ഓരോ വിദ്യാർത്ഥികളെയും 10-15 മിനിറ്റ് എടുത്താണ് ഓരോരുത്തരെയും പുറത്തെടുക്കാൻ സാധിച്ചത്. അത്രത്തോളം കാറ് തകർന്നിരുന്നു. കാറ് വെട്ടിപ്പൊളിച്ച് അങ്ങേറ്റം ദുഷ്കരമായി എല്ലാവരും പുറത്തെടുത്ത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ഒന്നിച്ചിരുന്നവരിൽ 5 പേർ ഇപ്പോൾ ഇല്ല എന്ന സങ്കടകരമായ വാർത്ത അതാണ് നമുക്ക് ലഭിക്കുന്ന. 5 മരണം എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകുന്നു. 2 പേർ ചികിത്സയിൽ തുടരുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി അടക്കം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 7 പേരും വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥികളാണ്, മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. അവർ വൈകിട്ട് രാത്രിയോടുകൂടി സുഹൃത്തുക്കളുമായി പുറത്തേക്ക് എങ്ങോട്ടോ ഇറങ്ങിയതാണ്. എങ്ങോട്ട് പോയി നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തതയില്ലെങ്കിലും സുഹൃത്തുക്കൾ ഒന്നിച്ചുള്ളൊരു യാത്രയായിരുന്നു. തിരികെ കോളേജിലെത്തി ഒന്നിച്ചിരുന്ന് മുന്നോട്ട് പോകാമെന്ന പ്രതീക്ഷയ്ക്കായി വിദ്യാർത്ഥികൾ. ആതുര സേവന രംഗത്തേക്ക് ചുവട് വെച്ച് വിദ്യാർത്ഥികൾ +2 കഴിഞ്ഞ് ചിലർ എൻട്രൻസ് കഴിഞ്ഞ് ഏകദേശം മെഡിക്കൽ സ്വപ്നം കണ്ട് അവരവരുടെ കോളേജുകളിലേക്ക് കയറി 1 വർഷമാകുന്നേ ഉള്ളൂ. അത്തരത്തിൽ അങ്ങേയറ്റം വലിയ പ്രതീക്ഷകളോടെ സ്വപ്നങ്ങളോടെ ഒന്നിച്ചിരുന്ന് പഠിച്ച 5 പേർ ഇപ്പോൾ ഇല്ല എന്ന സങ്കടകരമായ വാർത്ത വരുന്നു. 2 പേരുടെ ആരോഗ്യനിലയിൽ ഒരാളുടെ ആരോഗ്യനില ഗുരുതരമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഇത്തരത്തിൽ അപകടം പറ്റിയവരാര്, ജീവൻ നഷ്ടപ്പെട്ടവരാരെന്നടക്കമുള്ള വിവരങ്ങളൊക്കെ ലഭിക്കേണ്ടതുണ്ട്. അപകടം പറ്റിയവരുടെ ആരോഗ്യനില വളരെ പെട്ടെന്ന് തന്നെ മെച്ചപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം. മനീഷ് മഹിബാൽ നമ്മോടൊപ്പം ചേർന്നു. മനീഷ, ഇപ്പോൾ കളർ കോഡായിരുന്നു ഏകദേശം 9-ഓടുകൂടി ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അങ്ങേയറ്റം സങ്കടകരമായ വാർത്ത. രാത്രി വൈകി എത്തുന്ന അത്യന്തം ദാരുണമായൊരു അപകട വാർത്തയുടെ വിശദാംശങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ കാറ് വെട്ടിപ്പൊളിച്ച് ആണ് കാറിലുണ്ടായിരുന്നവരെ എടുത്തിരിക്കുന്നത്. കാറിൻ്റെ അവസ്ഥ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം ആഘാതം ഉണ്ടായിരുന്നു ആ ഇടിക്ക് എന്നുള്ളത്. KSRTCക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുതന്നെ കാറിൻ്റെ മധ്യഭാഗത്ത്, അതായത് മധ്യഭാഗത്തും മുൻഭാഗത്തും ഡ്രൈവർ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ഭാഗങ്ങളിലാണ് ഇടിയുടെ ആഘാതം ഏറ്റവും ശക്തമായി ഉണ്ടായിരുന്നത്. ഡ്രൈവർക്ക് നേരത്തെ മനീഷ് മഹിബാൽ ഈ സംഭവം കണ്ടിരുന്ന ദൃക്സാക്ഷി കൂടിയാണ്. മനീഷ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അപകടം നടന്ന സമയത്ത് അല്പമെങ്കിലും ബോധമുണ്ടായിരുന്ന, അല്ലെങ്കിൽ വലിയ രീതിയിൽ കണ്ടാൽ പ്രശ്നങ്ങളില്ലാതിരുന്ന ഡ്രൈവർക്ക് മാത്രമാണ്. ബാക്കി ആർക്കും ബോധം പോലും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇടിയുടെ ആഘാതത്തിലായിരുന്നു പലരും. അതിൽ 5 പേർ ഇന്ന് അവരോടൊപ്പം ഇല്ല. 2 പേർ മാത്രമാണ് ബാക്കി. മനീഷ്, ഈ 7 പേരും വണ്ടാനം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണെന്ന് ആരോഗ്യമന്ത്രി അടക്കം സ്ഥിരീകരിക്കുന്നു.